ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മാനാലി റോഡിലെ കുഴിയിൽ വീണ് പഞ്ചഗുസ്തി താരത്തിന്റെ തോളല് തകർന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിനിടെ മനയ്ക്കപ്പടി മാഞ്ഞാലി റോഡിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ പഞ്ചഗുസ്തി താരത്തിന്റെ തോളല് തകർന്നു. കരുമല്ലൂർ മാഞ്ഞാലി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ മിലൻ ബേബി എന്ന 21-കാരനാണ് പരിക്കേറ്റത്. ഇൻഫോ പാർക്കിൽ ഡിസൈനിംഗ് പഠനം നടത്തുന്നതിനിടെയാണ് 2 വർഷത്തോളമായി മിലൻ പഞ്ചഗുസ്തിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സംസ്ഥാന തലത്തിലെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു. അവിടെ നിന്നെല്ലാം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂനെയിൽ ദേശീയ തലത്തിൽ മത്സരം നടക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുള്ള മത്സരമായിരുന്നു അത്. ഇതിനായി 2 മാസത്തോളമായി മിലൻ കഠിന പരിശീലനത്തിലായിരുന്നു. പൂനെയിലേക്ക് പോകുന്നതിനാണ് കഴിഞ്ഞ ദിവസം മനക്കപ്പടിയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായി സ്കൂട്ടറിൽ പോയത്. അപ്പോഴാണ് അപകടം സംഭവിച്ചത്. സർജറി അപ്പൊ ഈ ആഴ്ച പോയിട്ട് ഒന്ന് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് അവർ നോക്കും. ഈ ആഴ്ച പോയിട്ട് എക്സ്റേ എടുത്തിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 2-2.5 മാസത്തോളം ബെൽറ്റ് ഇട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറഞ്ഞ് സർജറി ചെയ്യണം, പ്ലേറ്റ് ഇടണം എന്ന് പറഞ്ഞു. അവിടെ പ്ലേറ്റ് ഇട്ട് ഒരു 6 മാസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അതെ, ഒന്നാമത്തെ ആ റോഡ് ഭയങ്കര മോശമാണ്. അത് നമ്മ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു സൈഡ് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് അല്ല. ഒരു സൈഡ് ചെറുതായിട്ട് ടാറിട്ട് അപ്പുറ സൈഡ് ഫുള്ള് പൊളിച്ചിട്ടേക്കണേണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഈ കട്ടറുള്ള റൂട്ടിലേക്ക് ഇറക്കൂല. അവര് നല്ല റൂട്ടിൽ കൂടെ തന്നെ എടുക്കാനേ നോക്കുള്ളൂ. ഇവർ ഒതുക്കി തന്നില്ല. അപ്പൊ ആ വളവിൽ വെച്ച് മൂലക്ക് ഒരു കുഴി ഉണ്ടായി. അതിൽ ചാടി നേരെ വണ്ടി മറയാണ് ചെയ്തത്. മറന്നപ്പോ നേരെ ഇടിച്ചത് ഈ ഷോൾഡറുമായിട്ടാണ്. ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കാനായി മനക്കപ്പടി മാഞ്ഞാലി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. പൈപ്പിന്റെ പണി കഴിഞ്ഞെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ടാറിങ്ങിനായി അടുത്തിടെ മെറ്റലിട്ട് ഉറപ്പിച്ചെങ്കിലും മഴ പെയ്തോടെ വീണ്ടും കുഴികളായിരിക്കുകയാണ്. 2 വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇതിനിടെ ബൈക്ക് യാത്രക്കാരും കൂടി കടന്നു വരുമ്പോഴാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത്. മത്സരത്തിൽ മഴവെള്ളക്കെട്ടുള്ളപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് തകർന്നു കിടക്കുന്ന റോഡിലെ കുഴിയിൽ മിലൻ വീണ് വണ്ടി മറിഞ്ഞത്. റോഡിലേക്ക് വീണ് മിലന്റെ വലതു തോളല് പൊട്ടിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അടുത്ത ദിവസം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. തൽക്കാലം ബെൽറ്റിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ്. തനിയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലിന് ഗുരുതര പരിക്കുണ്ടെങ്കിൽ പഞ്ചഗുസ്തി ചാമ്പ്യൻ എന്ന തന്റെ അഭിലാഷം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് മിലൻ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ പറഞ്ഞതുപോലെ നിരന്തരമായ സമരങ്ങൾ ജലജീവൻ മിഷനെതിരെ, PWD വാട്ടർ അതോറിറ്റിക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായ സമരങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. മനുഷ്യജീവന് വില കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥ ഭരണ തലങ്ങളാണ് ഇന്നിവിടെ നടന്നു പോകുന്നത്. കാരണം ഞങ്ങൾ ഒരു ദിവസം പഞ്ചായത്ത് മെമ്പർമാരടക്കം ഉപവാസ സമരം, രാവിലെ മുതൽ വൈകിട്ട് വരെ നിരാഹാര സമരമെല്ലാം ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽപ്പെട്ട ഒരു മിലൻ ബേബി, കാഞ്ഞിരത്തിങ്ങൽ മിലൻ ബേബി എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവാവ്, ആ യുവാവിൻ്റെ വലിയ സ്വപ്നമാണ് ന്യൂസ് ബ്യൂറോ, പറവൂർ.